എല്ലാവർക്കും നമസ്കാരം. ഇന്നാളെ ഞാൻ ചെറിയ BJP നമ്മുടെ ഇലക്ഷൻ്റെ സമയത്ത് നോട്ടീസ് കൊടുക്കാനായിട്ട് പല സ്ഥലത്തും പോയി. അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, എന്താണിത്, ഞങ്ങൾക്കൊരു 12 രൂപ ഇൻഷുറൻസ് എടുത്താണ്, അന്ന് വലിയ കാര്യമൊക്കെ പറഞ്ഞ് ഇൻഷുറൻസ് എടുത്തു, ഇപ്പോൾ അത് കിട്ടണില്ല, ഞങ്ങളുടെ കാശ് പോയി. അതേപോലെ പ്രായമുള്ളവർക്ക് ഇൻഷുറൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്കതൊന്നും തരുന്നില്ല. അപ്പോൾ ഇതിന് ഉത്തരം ആരാണ് പറയേണ്ടത്? ഈ 12 രൂപയും 10 രൂപയൊക്കെ ഇൻഷുറൻസ് അന്ന് ബാങ്കിലെടുത്തിട്ട് അത് എന്തുകൊണ്ട് ഇപ്പോൾ നടപ്പിലാവണില്ല കേരളത്തിൽ? അല്ലെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞ ആൾക്കുള്ള ഇൻഷുറൻസ് ബാക്കി സ്റ്റേറ്റിലൊക്കെ ഉണ്ട്, എന്തുകൊണ്ട് കേരളത്തിലില്ല? അതേപോലെ തന്നെ ഇപ്പോൾ അതേ പുതിയ സംവരണം കൊണ്ടുവന്നായിരുന്നു ലേഡീസിന് വേണ്ടിയിട്ട്, അതും എല്ലാ പാർട്ടിക്കാരും കൂടി മുടക്കി വെച്ചു. അതിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരെ വിചാരം അവർ എന്തോ വലിയ കാര്യം ചെയ്തു എന്നാണ്. പെണ്ണുങ്ങൾക്ക് നല്ല ഭാവി തരാനായിട്ട് അവർക്ക് ആർക്കും ആഗ്രഹമില്ല എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം ആരാണ് തരേണ്ടത്? നമ്മൾ സ്ത്രീകളല്ലേ, സ്ത്രീകൾക്ക് നമുക്കിതൊന്നും ചോദിച്ചുകൂടെ? ഇതെന്താ കാരണം, എന്തുകൊണ്ട് ഇതൊന്നും കേരളത്തിൽ നടപ്പിലാവണില്ല? ഇവിടെ ഭരിക്കുന്ന പാർട്ടികൾ എന്തുകൊണ്ട് ഇതൊന്നും നമുക്ക് തരുന്നില്ല? ബാക്കി സ്റ്റേറ്റിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഈ ഭാരതത്തിൽ നിന്ന് പുറത്തൊന്നല്ലല്ലോ, ഭാരതത്തിലുള്ളൊരു സ്റ്റേറ്റ് തന്നെയല്ലേ. അപ്പോൾ അവിടെ കിട്ടുന്നതെന്ന് വെച്ചെങ്കിൽ എന്തുകൊണ്ട് നമുക്കിവിടെ കിട്ടണില്ല? നമ്മളൊന്ന് ചിന്തിക്കുക, എല്ലാവരും ഒന്ന് ചിന്തിക്കുക, അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുക. അല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് മാത്രം ഇങ്ങനെ അത് വിശ്വസിച്ച് നടന്നാവല്ലേ. ഒന്ന് നമ്മൾ കണ്ണ് തുറന്നും കാത് തുറന്നും ഒക്കെ കേക്ക് കാണുക, നല്ല സത്യസന്ധത എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതിനുവേണ്ടി ഞാൻ ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കിയിടുന്നു. ഇത് ഒരു ആലോചിക്കേണ്ട സമയമാണ്, എല്ലാവരും ഒന്ന് ആലോചിക്കൂ പ്ലീസ്. എന്തുകൊണ്ട് ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ നടന്ന സ്ത്രീ സംവരണ ബില്ല് എന്തുകൊണ്ട് പാസ്സായില്ല? ഒന്ന് ആലോചിച്ച് നോക്കിയേ.